കെയിലൊക്കെ ഇങ്ങനെ UK, അയർലൻഡ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ഇതുപോലെ ഗവൺമെൻറ് ഇതുപോലെ ഒരു പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ചെറിയ ചെറിയ പ്ലേ ഏരിയാസൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടു അവിടെ ഇവിടെയൊക്കെ. അതൊരു നമ്മളൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കാണും. അതുപോലെ ക്ലോസ് ആയിട്ട് തന്നെ ഉണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അടുത്തടുത്താണ്, ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വീടുകൾ പണിയുന്നത്. ഒരു വീടിനൊക്കെ ചിലപ്പോൾ 2-3 സെൻറ്റ് അല്ലെങ്കിൽ 4 സെൻറ്റൊക്കെ മാക്സിമം സ്ഥലമൊക്കെ കാണത്തുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇതുപോലുള്ള ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ പോലത്തെ സെപ്പറേറ്റ് വീടുകൾക്ക് ഡിറ്റാച്ച്ഡ് ഹോംസ് എന്നാണ് പറയുന്നത്. ഡിറ്റാച്ച്ഡ് ഹോംസ് തന്നെ ഇവിടങ്ങളിലൊക്കെ വളരെ റെയറാണ്. എനിക്ക് തോന്നുന്നൊരു 100 വീടെടുത്താൽ ഒരു 20-25 വീടൊക്കെ ഇങ്ങനത്തെ കാണത്തുള്ളായിരിക്കും. ബാക്കി ടൗൺ ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് 2 വീടുകൾ ഒന്നിച്ച്, അതായത് സെപ്പറേഷൻ ഇല്ലാത്ത പോലെ ഒരു ഭിത്തിയുടെ സെപ്പറേഷൻ മാത്രമേ കാണത്തുള്ളൂ. അതുപോലത്തെയാണ് സെമി ഡിറ്റാച്ച്ഡ്. പിന്നുള്ളത് ടെറേസ്ഡ് ഹൗസാണ്. ടെറേസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 5, 6 വീടുകളൊക്കെ ഒറ്റ നിരയിൽ ഇതുപോലെ ഉള്ളതാണ് ടെറേസ്ഡ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വീടുകൾ അടുത്തടുത്ത് പണിയുന്നെങ്കിൽ പോലും ഇതുപോലെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ, പിള്ളേരുടെ കാര്യത്തിനൊക്കെ അവർ പ്ലേ ഏരിയാസും അങ്ങനെയുള്ളതൊക്കെ അവർ ഇഷ്ടം പോലെ സ്ഥലം എടുത്തിട്ടാണ് അവർ ഉണ്ടാക്കിയിടുന്നത്. അത് ഓരോ കൗൺസിലിൻ്റെ ജോലികളാണ്. നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഏരിയയുടെ കൗൺസിൽ ആണത് പ്ലാൻ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമൊക്കെ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു ടൗൺ ഏരിയയാണ് കോർബി എന്ന് പറയുന്നത്. സിറ്റികൾ അടുത്തുള്ളത് ലെസ്റ്റർ, പീറ്റർബറ, നോർത്താംപ്ടൺ. ഈ 3 എണ്ണത്തിൻ്റെ ഏകദേശം സെയിം ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു ടൗണാണ് കോർബി എന്ന് പറയുന്നത്. വലിയ തെറ്റില്ലാത്ത വലിപ്പമുള്ള ഒരു ടൗണാണ്. അവിടുത്തെ ഒരു ന്യൂലി ബിൽറ്റ് ഹൗസസ് ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത്. ന്യൂലി ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ പണിത വീടുകളാണ് ഇവിടെ കൂടുതലുള്ളത്, നമ്മുടെ വീട് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ റോഡുകളും കാര്യങ്ങളൊക്കെ ഒരു പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഏരിയാസാണ് ഇവിടെയൊക്കെ. പക്ഷേ ടൗൺ സെൻട്രൽ ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേറൊരു രീതിയിലായിരിക്കും. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ വീടുകൾ മാത്രമേ കാണത്തുള്ളൂ, വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണത്തില്ല. ആ കാണുന്ന വെള്ള വീടാണ് നമ്മുടേത്. ഇവിടെ സാധാരണ അങ്ങനെ വീടിന് പെയിൻ്റൊന്നും അടിക്കാറില്ല. ബ്രിക്സ് ഇതിൻ്റെ ആ ഒരു കളറിൽ തന്നെ കിടക്കുന്നത് സാധാരണ. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചുമ്മാ പെയിൻ്റ് അടിച്ചിട്ടതാണ്. കുറേ നാളായിട്ട് ഓർക്കുന്ന ഹോം ടൂർ ചെയ്യണമെന്നാണ്. ഇന്ന് ഏതായാലും അങ്ങനെ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തേക്ക് പോവാം. ആദ്യം കയറിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങനെ സ്റ്റേഴ്സ് കാണാം. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? എൻ്റെ അഭിപ്രായത്തിൽ അടുക്കളയാട്ടോ, കിച്ചണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചണും ഡൈനിങ്ങും കൂടെ ഒന്നിച്ചാണ്. ഓപ്പൺ പ്ലാൻ കിച്ചൺ ഡൈനറാണ്. ഇങ്ങനെ കിച്ചൻ്റെ അനുബന്ധമായിട്ടൊരു യൂട്ടിലിറ്റി ഏരിയ പോലെ ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ UK പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വാഷിംഗ് മെഷീനും നമ്മുടെ കിച്ചണിൽ തന്നെ വരുന്നത് മിക്കയിടത്തും. പിന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ചിന്ന ഗാർഡൻ. അവിടെ അതേ ആ മാറി നിൽക്കുന്നുണ്ടോ, അതാണ് ഞങ്ങളുടെ ആപ്പിൾ ട്രീ. വിൻ്റർ ആയതുകൊണ്ട് മൊത്തം പായലും ഒക്കെ പിടിച്ച് കിടക്കുവാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊരു കുറച്ച് ഏരിയ. ഇത് കൺസർവേറ്ററിയാണ്. ഇത് നമുക്ക് അകത്തുനിന്ന് കാണാം. കിച്ചനും ഡൈനറും കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാണ്. ഇവിടെ ഒരു കുഞ്ഞ് ടോയ്ലറ്റ് ഉണ്ട്. ഇത് ശരിക്കും സ്റ്റേഴ്സിൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു ഭാഗം ഒരു ടോയ്ലറ്റായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്.
ഒരു സിംഗിൾ കുഞ്ഞു ടോയ്ലറ്റ് ഗസ്റ്റിനൊക്കെ ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ലൗഞ്ച്. ഇവിടെ ടി വിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ കിച്ചൺ ഡൈനർ ഉള്ളതുകൊണ്ട് നമുക്ക് മിക്ക സമയത്തും അവിടെ ആയിരിക്കും ഇരിക്കുന്നതുമൊക്കെ. ഡൈനിങ് ഏരിയ അവിടെ ഒന്നിച്ചുള്ളതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞ് ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി വി കാഴ്ചയൊക്കെ മിക്കപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. അതായത് രൂപമൊക്കെ ഇവിടെ ഇത് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഇതിങ്ങനെ വരും. ഇനി വെളിയിലോട്ട് ഇറങ്ങുന്ന, ശരിക്കും ഇത് ഇവിടുന്നായിരുന്നു നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ പ്രീവിയസ് ഓണേഴ്സ് ഒരു ഉണ്ടാക്കിയതാണ് ഈ കൺസർവേറ്ററി എന്ന് പറയുന്നത്. ഈ UK-ലും അയർലൻഡിലൊക്കെ മിക്ക വീടുകളിൽ, യൂറോപ്പിൽ പൊതുവെ ഇതുപോലത്തെ സമ്മർ ഹൗസുകൾ എന്നൊക്കെ പറയുന്ന പോലെ കൺസർവേറ്ററി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതൊരു ഇങ്ങനെ ഫ്ലോറിംഗ് ഒക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ ഏരിയ ഉണ്ട്. അതൊരു നല്ലൊരു യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ആൾക്കാർ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അതൊരു നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ തുണിയൊക്കെ ഇവിടെ ഉണങ്ങാനിടും. ഇത് ഡ്രയറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇത് ഈ ചില്ലായതുകൊണ്ട്, ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുപ്പും ചൂടും ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറും. സമ്മറിൽ നല്ല ചൂടുമായിരിക്കും, വിൻ്ററിൽ അത്യാവശ്യം തണുപ്പും കാണും. അപ്പം അതിനുവേണ്ടി ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ടോളായിട്ടുള്ളൊരു ഹീറ്ററാണ് ഇത്. വെളിയിലോട്ടുള്ള ആക്സസ്സാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മാസ്റ്റേഴ്സാണ്. മാസ്റ്റേഴ്സ് ഇതാ ഇങ്ങനെ. ഇത് ശരിക്കും ബിൽറ്റ് ഇൻ വാർഡ്രോബ് അല്ല, നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. പക്ഷേ അത്യാവശ്യം ടോളായതുകൊണ്ട് ബിൽറ്റ് ഇൻ പോലെയൊക്കെ ഏകദേശം ലുക്കുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഓൺ സ്വീറ്റ് എന്ന് പറയും. നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് പറയുന്നതാണ് ഓൺ സ്വീറ്റ് എന്ന്. ഇവിടെ ഷവർ റൂമൊക്കെ, ക്യൂബിക്കോ, ഗാർഡനിലോട്ടുള്ള വ്യൂ ആണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ തൊട്ടിൽ, ചെറുതിൻ്റെ തൊട്ടിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. അവൻ ചാടിപ്പോകാതിരിക്കാനായിട്ട് അടുപ്പിച്ച് ചേർത്തങ്ങ് ഇട്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ മിക്ക ദിവസവും ഇങ്ങനെ എല്ലാവരും കൂടെ അട്ടിയായിട്ട് നിരന്നാണ് കിടക്കുന്നത്. അവന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും തുമ്പിയാണ് അവിടെ കിടക്കുന്നത്, മൂത്തയാൾ. ഇനി നമുക്ക് സെക്കൻഡ് റൂമിലേക്ക് പോകാം. അടുത്തൊരു ഡബിൾ ബെഡ്റൂമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. പേരിട്ടായതുകൊണ്ട് വലിയ കാഴ്ചയൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വോളിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ പലപ്പോഴായിട്ട് എടുത്ത ഫോട്ടോസാണ്. ഞങ്ങളുടെ ഓരോ ലൈഫ് മെമ്മറീസ്. തുമ്പി ഉണ്ടായത്, തുമ്പിയുടെ മാമോദിസയുടെയും ഒക്കെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. ടോയ്ലറ്റല്ല, ബാത്റൂം. നമ്മുടെ നാട്ടിലെ ബാത്ത് ടബ് പരിപാടിയൊക്കെ, അത് മിക്ക വീടുകളിലും ഉണ്ട് ബാത്ത് ടബ്. ഇവിടെ അത് കയറി നിന്നും കുളിക്കും. പിന്നെ ഇതൊരു സ്മോൾ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഈ ബെഡ്റൂം പക്ഷേ ഒരാൾക്ക് കിടക്കാവുന്ന ഒരു ബെഡ്റൂമാണ്. അതിപ്പോൾ ഒരു ഹോം ഓഫീസ് പോലെ ഉപയോഗിക്കുകയാണ്. അത്ര വൃത്തിയൊന്നും ഇല്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തരത്തിലാണ് കിടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദേ ഈ റൂം ഇങ്ങനൊരു ഡബിൾ റൂം.
ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരിക്കുവാണ്. ഒരാളവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വന്ന് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഒരു ചിന്ന ഹോം ടൂർ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.